ഡൽഹി പോലീസ് ആരുടെയില്ല ഒന്ന് മറുപടി പറയോ? ഡൽഹി പോലീസ് ആരുടെ റിപ്പോർട്ട് ചെയ്യുന്നത്? അമിത്ഷാ. അമിത്ഷാ ആരാ? ആഭ്യന്തരമന്ത്രി. പിന്നെ നരേന്ദ്രമോദി. അമിത്ഷാ അല്ലെ? നിങ്ങൾ ഇങ്ങനെ കളിക്കാൻ പാടില്ല. ഇവിടെ വന്ന് കള്ളം പറയരുത്. അമിത്ഷാന്റെ അടിയിലാണ് ഡൽഹി പോലീസ്. ആരാ നിർദ്ദേശം കൊടുത്തത്? അമിത്ഷാ. അവർ ഡൽഹി പോലീസ് പറഞ്ഞിരിക്കാം നിർദ്ദേശം കിട്ടിയിരിക്കാം. ഡൽഹി പോലീസ് ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ കാര്യം ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇന്നിവിടെ എത്തിയത്. ഒരു വിഷയം പിന്നെ ഇപ്പോൾ ആകസ്മികമായി ഇപ്പോൾ ഉണ്ടായ ഡെവലപ്മെന്റ് എന്ന നിലയിൽ സ്ത്രീ സ്ത്രീകളെ വിഷയമാണ്. കേരള സ്ത്രീകൾ നോക്കുന്നുണ്ട്. ഞാനൊരു സ്ത്രീയാണ്. അവർക്ക് ഇന്ന് നീതി കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് നാളെ നീതി കിട്ടൂല. ഓരോ ചെറുപ്പക്കാർ അവരുടെ സ്ത്രീകളുണ്ട്, പാവപ്പെട്ട കുടുംബത്തിൽ, അവർക്ക് നീതി കിട്ടുമോ? ക്ഷമ ഇപ്പൊ ഈ പാനലിലെ ഏക സ്ത്രീയായി നിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അല്പനേരം ക്ഷമ കാണിക്കൂ. എന്തായാലും എന്നോടാണല്ലോ ചോദ്യം. നമുക്കൊരു ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ പോകാം. വെറുതെ ബഹളം വെച്ചിട്ട് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും ഞങ്ങളെ സ്ത്രീകൾ ഇങ്ങനെ കഷ്ടപ്പെടുക, സെക്ഷൽ ഹറാസ്മെന്റ് പറഞ്ഞു. ഞാനൊരു സ്ത്രീയാണ്, നാളെ ഞാനായിരിക്കും വിക്ടിം, എന്റെ മേലായിരിക്കും ആ സെക്ഷൽ ഹറാസ്മെന്റ്. ഇവർക്ക് നീതി കിട്ടണമല്ലോ. കഴിഞ്ഞോ? നിങ്ങൾ നിർത്തിയിട്ടാ ഞാൻ സംസാരിക്കുള്ളൂ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീര പോലെ നിങ്ങൾ ചോദിക്കുന്നതൊന്നും മറുപടി പറയാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ മിണ്ടാതിരിക്കാമെങ്കിൽ ഞാൻ സംസാരിക്കാം. നിങ്ങൾക്ക് പല ചോദ്യങ്ങളും ഉണ്ടാകാം. അത് എവിടെയെങ്കിലും ഒരു മൈക്ക് വെച്ച് അവിടെ പോയി പ്രസംഗിക്കായിരിക്കും നല്ലത്. ചാനൽ ഫ്ലോറാണ്, ഇവിടെ സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണുള്ളത്. അതിന് മറുപടി പറയാനാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ല നിങ്ങളിങ്ങനെ പുട്ടിന് പീര പോലെ ഇടയ്ക്കിടയ്ക്ക് കയറി പറയുന്നതൊന്നും മറുപടി പറയാൻ എനിക്ക് സൗകര്യമില്ല. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ഞാൻ പോവുകയാണ്. നിങ്ങൾ ആദ്യമേ തന്നെ തീരുമാനം എടുക്കൂ. കാരണം ഞാൻ ട്രൗസറി മഞ്ജുഷ്, ഞാൻ ഈ സ്ത്രീയുടെ നിരവധി ചർച്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 1-2 തവണ മാത്രമാണ് ഇവരോടൊപ്പം ചർച്ചയ്ക്ക് ഇരുന്നിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് ആദ്യമേ തന്നെ പ്രഖ്യാപിക്കുകയാണ്, ക്ഷമ ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെട്ടാൽ ഞാൻ ഈ പാനലിൽ നിന്ന് പോകും. ചില ചോദ്യങ്ങൾ ഉണ്ടാവുന്നതാണ്. രണ്ടുപേരെയും ശാന്തരാക്കാൻ സന്ദീപ് പറഞ്ഞോളൂ. കാരണം ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ അത് ആർക്കാണെങ്കിലും വൈകാരികമായിട്ട് പ്രതികരിക്കാൻ തോന്നും. അത് ക്ഷമ ചെയ്തു. സന്ദീപ് പറഞ്ഞോളൂ. നിങ്ങൾ കേൾക്കാത്ത ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ നിലപാട് ഇപ്പോൾ ആദ്യമേ ചർച്ച തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിരുന്നു. എൻ്റെ നിലപാട് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ഈ ക്ഷമയുടെ നിരവധി ചർച്ചകൾ കണ്ടിട്ടുള്ളൂ. ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം, ഒരു വിഷയമില്ല. പക്ഷേ ജനാധിപത്യപരമായ രീതിയിൽ ചർച്ചയിൽ ഇടപെടുന്നതും ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ടീസ് ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ അപ്പോൾ ചർച്ചയിൽ നിന്ന് പോകും. എനിക്ക് നിങ്ങളെ ഭയമാണെന്ന് തന്നെ നിങ്ങൾ നാടുകളെ പറഞ്ഞോളൂ. എനിക്കിങ്ങനെ നിലവാരം കുറഞ്ഞ എന്താണ് പറഞ്ഞ ബ്ലാ ബ്ലാ വർത്താനത്തിന് മറുപടി പറയാൻ സമയം